നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് കുസീൻ. എല്ലാവർക്കും സുഖമാണല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവക്ക തൊക്ക്. ഇത് കയ്പക്ക കൊണ്ട് ഉണ്ടാക്കുന്ന അധികം കയ്പില്ലാത്ത നല്ലൊരു തൊട്ടുകറിയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാനിപ്പോ ഇടത്തരം വലിപ്പമുള്ള 2 കയ്പക്ക അതിന്റെ കുരുവെല്ലാം മാറ്റി ചെറുതായി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പാവക്കേനാണ് നമ്മ കയ്പക്ക എന്ന് പറയുന്നത്. ഇതിനി നല്ലെണ്ണയില് കുറച്ച് സമയം വരട്ടിയെടുക്കണം. അതിന് ഇവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയിൽ തന്നെ ചെയ്താൽ ഇതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അഥവാ നല്ലെണ്ണ ഇല്ലെങ്കിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഈ മുറിച്ച് വെച്ച കയ്പക്ക ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിനി ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വരട്ടിയെടുക്കാം. ഇതിപ്പോ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ പാകത്തിനായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി വരട്ടണം. കൈവിടാതെ ഇളക്കണമെന്നില്ല, അടക്ക് വേണം കൈവിടാ. കയ്പക്ക വഴറ്റിയെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടി. ഇപ്പോ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. ഞാനൊരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. വെളുത്തുള്ളി വാടി വരുമ്പോ ഇതിലേക്ക് ഇത് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചാണ് ഇത് ഇടാം. ഇനി ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഇപ്പോ ഉള്ളിയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഇപ്പോ തക്കാളിയും വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ പിരിയൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിരിയൽ മുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാവും. ഇതില് വേറെ പച്ചമുളകോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവിന് വേണ്ടുന്നത്ര മുളക് പൊടി എടുക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഈ മുളക് പൊടിയുടെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ആദ്യം വരട്ടിയെടുത്ത് കയ്പക്ക ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഇത് ഒരു ചെറിയ ഉരുളപ്പുളി 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് ചേർക്കാം. പുളിയും നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്നത്ര ചേർക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടുന്നത്ര ബാക്കി തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാം. ഇത് കുറച്ച് തിക്ക് ഗ്രേവിയുള്ള കറിയാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് തീ കുറച്ച് തിളപ്പിക്കാം. ഇപ്പോ ഇത് തീ കുറച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറച്ച് കുറുകി നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി കായപ്പൊടി ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പക്ക കൊണ്ടുള്ള തൊട്ടുകറി റെഡിയാണ്. ഇതിനി ഒരു ബൗളിൽ സെർവ് ചെയ്യാം. കണ്ടിട്ട് നല്ല ടേസ്റ്റ് തോന്നില്ലേ? ഇതിങ്ങനെ ചെയ്താല് കയ്പ് കുറവായിരിക്കും. ഇതിന് വെള്ളത്തിന്റെ അംശമില്ലാത്ത ഒരു കുപ്പിയിലോ ബോക്സിലോ അടച്ചു സൂക്ഷിച്ചാല് ഒരാഴ്ച വരെ ഇത് എടുത്ത് കഴിക്കാം. ഇതിന്റെ മേലെ ഒരു കറിവേപ്പില വെച്ച് സ്റ്റൈലാക്കാം. ഇത് നാരങ്ങാക്കറിയൊക്കെ പോലത്തെ ഒരു തൊട്ടുകറിയാണ്. നല്ല ടേസ്റ്റിയാണ്.
എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്